ഒരു സിൽ ഔട്ട് എന്ന രീതിയിലുള്ള ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ആ പേരിൻ്റെ അർത്ഥം തന്നെ നമ്മൾ വരയ്ക്കുന്നത് ഒരു സന്ധ്യയുടെയോ രാത്രിയുടെയോ ചിത്രമായിരിക്കും. അതിനാൽ അതിൽ വരുന്ന മറ്റ് ഓബ്ജക്റ്റുകളെല്ലാം തന്നെ ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് ഇട്ടാണ് വരയ്ക്കുന്നത്. സന്ധ്യ നേരത്ത് അസ്തമനം, അതോടൊപ്പം അസ്തമനത്തിൽ ഇരുട്ട് വ്യാപിക്കുമ്പോൾ സൂര്യൻ്റെ നിറങ്ങളും ചേർന്ന ഇരുട്ടാണ് വ്യാപിക്കുന്നതെങ്കിലും കാണുന്ന ചെടികളും വീടും മരങ്ങളും എല്ലാം നമുക്ക് കറുപ്പായിട്ടേ കാണാൻ കഴിയുള്ളൂ. വ്യക്തമായി ആ ചെടികളുടെ നിറം കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള വർക്കാണ് സിൽ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ടർ കളറിൻ്റെ അക്രിലിക് കളറിലാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത്. അക്രിലിക് കളറിലാണെങ്കിൽ നമുക്ക് ഇത് വാട്ടർ കളറും ചെയ്യാവുന്ന വർക്ക് തന്നെയാണ്. അക്രിലിക് കളറിൽ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടും ഒരു ക്യാൻവാസിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. ക്യാൻവാസ് ആയതുകൊണ്ട് ഏകദേശം ഒരു ഓയിൽ പെയിൻറ്റിൻ്റെ അതേ ഭാവവും രൂപമൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ വരുത്താനാകും. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ബോർഡർ ലൈൻ നിർബന്ധമായിട്ടും വേണം എന്നുള്ളത് കൊണ്ട് കാണാനുള്ള ഭംഗിക്ക് അതുകൊണ്ട് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അതിലെ ബോർഡറുകളെല്ലാം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചതിനാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അതിൽ ചേർത്ത് അടിച്ചു കഴിഞ്ഞ് അവസാനം ഈ മാസ്കിംഗ് ടേപ്പുകൾ ഇളക്കുമ്പോൾ വ്യക്തമായി നമുക്ക് ഔട്ടർ ബോർഡർ കിട്ടുന്നതാണ്. അതുകൊണ്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് ബോർഡർ ഉണ്ടാക്കാൻ ശ്രമിക്കുക ആദ്യം തന്നെ. പിന്നെ ഇതിൽ ചെടികളും മറ്റും വരയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് നമ്പർ 5 തന്നെ റൗണ്ട് ബ്രഷാണ്. ഫ്ലാറ്റ് ബ്രഷിലാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് കളറ് വാഷ് ചെയ്യാൻ ഉപയോഗിച്ചത്. നമ്പർ 5, 6 ഒക്കെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ചെടികൾ വരയ്ക്കുമ്പോൾ ഞാൻ വരയ്ക്കുന്ന ഒരു തെങ്ങിൻ്റെതാണ്. ആ തെങ്ങിൻ്റെ തടിയും അതിൻ്റെ ഓലയും എല്ലാം തന്നെ ബ്ലാക്കായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് തന്നെ അതെല്ലാം വരയ്ക്കേണ്ടതാണ്. രാത്രി ഉള്ള കാഴ്ചയിൽ ഒരു ചെടിയുടെയും വ്യക്തമായ കളർ നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് സിൽ ഔട്ടിന് എപ്പോഴും നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ ബാക്കി വസ്തുക്കളുടെ എല്ലാം പടം ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നത്. വ്യക്തമായി തെളിഞ്ഞ് കാണാൻ കഴിയുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വെളിച്ചത്തിൽ മാത്രം കാണാവുന്ന രീതിയിലായിരിക്കണം ഈ ചെടികളും വരയ്ക്കേണ്ടത്. ഈ ചിത്രം അക്രിലിക് കളറിൻ്റെ ബൻസീന എന്ന കളറും ഓറഞ്ച് കളറും അതുപോലെ കുറച്ച് വൈറ്റ് കളറും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അക്രിലിക്കിൻ്റെ തന്നെ തനി ബ്ലാക്ക് കളറാണ് ചെടികളും മറ്റും വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വ്യക്തമായി കണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ ചിത്രത്തിൽ നടുക്ക് ഒരു സൂര്യ അസ്തമനം വരുന്നുണ്ട്. അതിന് ഞാൻ ആ സ്ഥലത്ത് തന്നെ ഒരു റൗണ്ട് വൈറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് വ്യക്തമായി നമുക്ക് സൂര്യാസ്തമയം കാണാൻ കഴിയുന്നത്. ഈ ചിത്രരചന
കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്ത് സഹായിക്കുക. നന്ദി, നമസ്കാരം.